ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ, ആസന്നമായ തന്റെ തോൽവി അതിന്റെ കാരണക്കാരി ദേ ഇവളായിരിക്കും, അഡ്വക്കേറ്റ് അഞ്ജലി. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഫോർമർ അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണൻ നായരുടെ മകൾ അഡ്വക്കേറ്റ് അഞ്ജലി ശിവരാമകൃഷ്ണൻ. അഡ്വക്കേറ്റ് അഞ്ജലി ശിവരാമകൃഷ്ണൻ. അഡ്വക്കേറ്റ് അഞ്ജലി ശിവരാമകൃഷ്ണൻ. ഇങ്ങനെയൊരു ട്വിസ്റ്റ് താൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഇനി അങ്ങോട്ട് അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിയുടെ കണക്കൂട്ടലുകൾ ഒന്നിനു പിറകെ ഒന്നായി തെറ്റിക്കൊണ്ടേയിരിക്കും. ഈ കാർത്തിക് പത്മ കേസ് അതിന്റെ ഒരു തുടക്കം മാത്രം. തന്റെ തകർച്ച തുടങ്ങി രാഘവ. ഈ തൊഴിൽ നിർത്തി തനിക്ക് സന്യസിക്കാൻ പോവാം. അതെ, താനീ പറയുന്നതൊക്കെ പഴയ മലർക്കൊടിക്കാരന്റെ സ്വപ്നങ്ങൾ മാത്രമാണ്. സോ അൺറിയൽ. എന്തായാലും തന്റെ ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ചതിച്ചും വഞ്ചിച്ചും നേടിയെടുത്ത അധികാരപർവ്വതത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നവന്റെ വല്ലാത്തൊരു വിഭതി ധൈര്യം, അത് സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ആ കോൺഫിഡൻസ് തന്നെയാണ് തന്നെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടിടാൻ പോകുന്നതും. ശിവരാമകൃഷ്ണ, യു ക്യാൻ നോട്ട് മൈ പോയിന്റ്. താനിപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഒരു പതനം പത്മ കേസിൽ എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത നിമിഷം ബാർ കൗൺസിലിൽ ഈ അഡ്വക്കേറ്റ് നേരിട്ട് ചെന്ന് രാജിക്കത്ത് എഴുതി എറിഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഇവിടെ വരും, തന്റെ കാല് തൊട്ട് നമസ്കരിക്കാൻ. അതല്ലെങ്കിൽ താൻ അതെന്നോട് ചെയ്യണം, പബ്ലിക്കായിട്ട് സ്വന്തം മകളുടെ മുന്നിൽ വെച്ച്. എന്താ, തയ്യാറാണോ? തയ്യാറാണ്. എന്നാ ശരി, നമുക്ക് കാണാം. കാണാം, തീർച്ച.